ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ചിലരൊക്കെ കണ്ടുപോകുന്നതല്ലാതെ ലൈക്ക് ചെയ്യാൻ ചിലർ മറന്നു പോകുന്നുണ്ട്. അപ്പം ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചോദിച്ചു വാങ്ങുന്നുണ്ട്, ഞാൻ മാത്രം ആരോടും ഒന്നും ചോദിക്കുന്നില്ല. അതുകൊണ്ട് ചിലരെനിക്ക് മനസ്സറിഞ്ഞ് ലൈക്കും കമൻറ്റും ഒക്കെ തരുന്നുണ്ട്. പക്ഷെ ചിലർ വീഡിയോ കണ്ടുപോകുന്നു എന്നല്ലാതെ ലൈക്കും കമൻറ്റും ഒന്നും തരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്നത്തെ വിഷയം വേറൊന്നുമല്ല, ഊടായ്പ ഭക്തിയെക്കുറിച്ചാണ്. ഊടായ്പ കൃഷ്ണ ഭക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഗുരുവായൂർ വെച്ച് ഞാനായിട്ട് ആ വിഷയമുണ്ടായ കാര്യവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഊടായ്പ കൃഷ്ണഭക്ത ഇപ്പോൾ പുതിയൊരു തരം ഊടായ്പുമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം കൃഷ്ണൻ്റെ കാര്യം സംസാരിക്കാനും ഗുരുവായൂരത്തെ കാര്യം സംസാരിക്കാനും പുള്ളിക്കാരിക്ക് യാതൊരുവിധ ഒരു മാർഗവും ഇല്ലാതിരിക്കുകയാണ്. ഈ കാര്യം എങ്ങനെ മറ്റുള്ളവരോട് ജനങ്ങളോട് സംസാരിക്കും എന്ന് കരുതിയ ഒരു തിക്കുമുട്ടലിലാണ് ഇപ്പോൾ പുള്ളിക്കാരി നടക്കുന്നത്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കമൻറ്റിലോ മറ്റോ അല്ലെങ്കിൽ വെറുതെ എവിടെയെങ്കിലും ഇരുന്നു എന്തെങ്കിലും പറഞ്ഞാൽ അതും പൊക്കി പിടിച്ചുകൊണ്ട് വരും ഈ ഊടായ്പ കൃഷ്ണഭക്ത എന്ന് പറയുന്ന ഈ സ്ത്രീ. ഇപ്പം ഈ ഊടായ്പ കൃഷ്ണഭക്ത എന്ന് പറയുന്ന ഈ സ്ത്രീ ഇപ്പം വന്നു പറയുന്നത് ആരോ പുള്ളിക്കാരിക്ക് ഒരു വധഭീഷണിയൊക്കെ അയച്ചു എന്നാണ്. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. ഈ സ്ത്രീക്കാണെങ്കിൽ എന്ത് എവിടെ പറയണം എങ്ങനെ പറയണം എന്നറിയാൻ പാടില്ലാത്ത ഒരു സ്ത്രീയാണെന്നാണ് ഇത്രയും വീഡിയോ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇച്ചിരി ബോധവും വെളിവുള്ള സ്ത്രീയാണെങ്കിൽ ഗുരുവായൂർ കിടന്നിട്ട് അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കുമോ? നമ്മൾ ആർക്കെതിരെയൊക്കെ എന്തൊക്കെ വീഡിയോ ചെയ്യുന്നു? ഇപ്പം ഇവർക്കെതിരെ ഞാൻ മാത്രമാണോ വീഡിയോ ചെയ്യുന്നത്? എത്ര പേര് ചെയ്യുന്നു? അപ്പം ഇവരെയൊക്കെ നേരിട്ട് എവിടെയെങ്കിലും വെച്ച് കാണാനുള്ള ഒരു സ്ഥിതി ഉണ്ടായാൽ ഇവരിങ്ങനെ അറ്റാക്ക് കയ്യേറ്റം ചെയ്യുമോ ഈ ആൾക്കാരെയൊക്കെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് കൃഷ്ണനെ പറ്റിയും ഗുരുവായൂർ അമ്പലത്തിനെ പറ്റിയും പറയാനായിട്ട് ഒരു വിഷയം വേണം. ഒരു കറങ്ങി തിരിഞ്ഞു വരുന്നത് ഈ ഗുരുവായൂർ അമ്പലത്തിലേക്ക് തന്നെയാണ്. അതിനു വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും കാരണം ഉണ്ടാക്കി കൊടുക്കണം. പക്ഷെ ഇപ്പം കുറേയൊക്കെ ആളുകൾ മനസ്സിലാക്കിയത് കൊണ്ട് ഇപ്പം പടം വരെയൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. എന്നാലും പുള്ളിക്കാരി അതൊന്നും സമ്മതിച്ചു തരുന്നില്ല. അതാണ് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വെറുതെ ആണെങ്കിലും വീട്ടിലിരുന്ന് ഒരു പടം വരയ്ക്കുന്നത് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്താൽ ആൾക്കാർ വിചാരിക്കും ഇവരാർക്കോ വേണ്ടി ഫോട്ടോ വരച്ചു കൊടുക്കുകയാണെന്ന്. ചിലപ്പം അതും ഒരു ഊടായ്പായിരിക്കും. ജനങ്ങളെ പറ്റിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഈ ഊടായ്പ കൃഷ്ണഭക്ത ഇത്രയും നാളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോഴും ചെയ്യുന്നത് തന്നെ. ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്ത 1-2 പേരെയൊക്കെ ഞാൻ പുറത്ത് വെച്ച് കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരൊന്നും എന്നോട് ഇത്തരത്തിൽ പെരുമാറിയിട്ടില്ല. അപ്പം അവരൊക്കെ അവരെ വിമർശിച്ച ആളുകളോട് പെരുമാറുന്നത് കണ്ട് ഇവള് പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവൾക്ക് മനുഷ്യന്മാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എവിടെ എന്ത് സംസാരിക്കണം എന്നൊരു കാര്യം ഈ ഒരു വകതിരിവില്ലാത്ത ഒരു സ്ത്രീ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കുറേയൊക്കെ നമ്മൾ അറിവില്ലായ്മ കൊണ്ട് എട്ടും പൊട്ടും തിരിയാത്ത സംസാരങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ സംസാരിക്കും എന്ന് വെച്ചിട്ട് വലിയ 2 മക്കളുള്ള ഒരു തള്ള ഇത്തരത്തിൽ മാത്രം സംസാരിക്കും. അതായത് അവൾക്ക് ഈ കൃഷ്ണനെ വരച്ചിട്ടായാലും എങ്ങനെയായാലും അവൾക്ക് അതിലൂടെ വലിയ രീതിയിൽ പണം സമ്പാദിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ യാതൊരുവിധ ആ ഒരു കൃഷ്ണനോടുള്ള ഭക്തിയോ ബഹുമാനമോ അല്ലെങ്കിൽ മതസൗഹാർദ്ദം ഒന്നും ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നുണ്ട്. എന്ത് മതസൗഹാർദ്ദമാണോ എന്നൊക്കെയാണ് ഈ ഒരു ഊടായ്പ ചോദിക്കുന്നത്. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഇവളൊക്കെ എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മറ്റുള്ള മതക്കാരുടെ ആരാധനാലയങ്ങളിൽ കയറിയിട്ട് ഇത്തരത്തിൽ പ്രഹസനങ്ങൾ നടത്തുന്നതാണോ ശരിക്കും പറഞ്ഞാൽ മതസൗഹാർദ്ദം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സ്ത്രീ? അതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് വിവരമില്ലായ്മ ധാരാളം ഉണ്ടെന്ന്. പിന്നെ ഇപ്പോൾ പുതിയൊരു ഊടായ്പുമായിട്ട് ഇറങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ ഒരാൾ വധഭീഷണിയായിട്ട് ഒരു വാട്സപ്പ് മെസ്സേജൊക്കെ അയച്ചു എന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ എനിക്ക് ചിരി തന്നെയാണ് വന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെയൊക്കെ വധഭീഷണി പറയാൻ തന്നെ ആളുകൾക്ക് നാണമാവില്ലേ എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. ആരെങ്കിലും പബ്ലിക് ടോയ്ലറ്റ് പൊളിച്ചിട്ട് ജയിലിൽ പോകുമോ സുഹൃത്തുക്കളെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ കേട്ടാൽ ചിരിക്കാതെ എന്ത് ചെയ്യും? സത്യം പറഞ്ഞാൽ ആ ഒരു ഭീഷണി അയച്ച ആളുടെ ഒരു വിവരമില്ലായ്മ എന്ന് തന്നെ പറയാം. ഈ ഒരു ഊടായ്പ ഭക്തയ്ക്ക് ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പ്രവേശനം ഇല്ല എന്നുള്ളൊരു കാര്യം ആ ഒരു സഹോദരൻ മറന്നുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സംഭവം ഉണ്ടായ ശേഷം ഗുരുവായൂര് കർശനമായിട്ടുള്ള ചെക്കിങ് ഉണ്ട്. ഇപ്പൊ കിഴക്കേ നടയിൽ പരിശോധന കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഈ ഊടായ്പ താത്തയ്ക്ക് എന്തായാലും ഇനി കിഴക്കേ നടയിൽ വന്നിട്ട് ഇതുപോലുള്ള പ്രഹസനങ്ങൾ കാണിക്കാൻ കഴിയില്ല. അപ്പം നിങ്ങൾക്കറിയാമല്ലോ ഇവർക്കെതിരെ ഹൈക്കോടതിയിൽ കേസുള്ള കാര്യം. അപ്പോൾ ഈ ഒരു കേസിൻ്റെ വാദം കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഹൈക്കോടതി ഒരു ഇടക്കാല വിധി
ആദ്യം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാരണം ഈ ഊടായ്പ കൃഷ്ണഭക്തയ്ക്ക് ഒന്നാമത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ളൊരു കാര്യമൊക്കെ തെറ്റിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങൾ ഇത്ര നാളും നടന്നത് തന്നെ. എന്തൊക്കെയായാലും ഇപ്പോൾ ഒരു ഹൈക്കോടതി വിധി കൂടി വന്ന സ്ഥിതിക്ക് ഇനി അവർക്ക് അവിടെ പണ്ടത്തെ പോലെ വരാൻ കഴിയില്ല എന്നൊരു കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഇതിൻ്റെ പേരിൽ ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഊടായ്പ കൃഷ്ണഭക്തയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അത് യഥാർത്ഥ മുസ്ലിങ്ങളും യഥാർത്ഥ ഹിന്ദുക്കളും അല്ല അതിലുള്ളത് എന്നൊരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇങ്ങനെ ഗുരുവായൂർ അമ്പലത്തിനെ കുറിച്ചും കൃഷ്ണന്റെ ഈ ഒരു ചിത്രം വരയ്ക്കുന്നതിനെ കുറിച്ചും പറയുമ്പോൾ അപ്പോൾ ഈ ഒരു ഇരു മതവിഭാഗക്കാരുടെയും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതിന് ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. ഇത്തരക്കാരുടെ പ്രത്യേക ലക്ഷ്യം എന്ന് പറയുന്നത് ഇരു മതവിഭാഗങ്ങളെയും തമ്മിൽ തല്ലിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതിനെ ഇവളെ ടൂളായിട്ട് ഉപയോഗിക്കുകയാണ് അവര്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഇവളെ പൊക്കിക്കൊണ്ട് നടന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ യഥാർത്ഥ മുസ്ലിങ്ങളും ഹിന്ദുക്കളും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കാതെയാണ് ചിലർ ഇവളുടെ വാട്സപ്പിലൊക്കെ പോയിട്ട് ഇത്തരത്തിലുള്ള വധഭീഷണികളും വോയിസുകളും ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ വധഭീഷണി എന്ന് പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. പബ്ലിക് ടോയ്ലറ്റ് പൊളിച്ചിട്ട് ജയിലിൽ പോവാൻ മുട്ടി നിൽക്കുന്ന ആളെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തിനാണ് സുഹൃത്തെ ഈ പബ്ലിക് കക്കൂസ് പൊളിച്ചിട്ട് ഈ നാറിയിട്ട് ജയിലിൽ പോകുന്നത്? ഇതിലും പകരം നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ വേറെ വല്ലതും ചെയ്തുകൂടെ എന്നാണ് ഞാൻ ആ സഹോദരനോട് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു മനുഷ്യൻ ഇവൾക്ക് വാട്സപ്പിൽ വധഭീഷണി അയച്ചതിനോടൊപ്പം ഇവളുടെ എന്തൊക്കെയോ ഡീറ്റെയിൽസ് അങ്ങേരുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു വധഭീഷണി വന്നിട്ട് എന്തുകൊണ്ടാണ് ഇവൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടാത്തത്? അതാണ് എൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവളുടെ എന്തൊക്കെയോ കാര്യമായിട്ടുള്ള ഡീറ്റെയിൽസും തെളിവുകളും ആ ഒരു വ്യക്തിയുടെ കയ്യിലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഇവർ നേരത്തെ പരിചയമുള്ള വാട്സപ്പിൽ കൂടി ചാറ്റ് ചെയ്യുന്ന ആളുകളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പൊന്നാര താത്ത, നിങ്ങളെ കണ്ടെടുത്തോളം ഞങ്ങൾക്ക് മതിയായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എല്ലാവരും. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ നിങ്ങൾക്ക് എതിരാണല്ലോ അല്ലേ? നിങ്ങളുടെ കുടുംബത്തിലുള്ള ആ ഒരു ചെറിയൊരു വിഭാഗം ആളുകൾക്ക് ഒഴികെ നിങ്ങളെ കാണുന്നതേ ഇഷ്ടമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീയുടെ സംസാരം കേൾക്കുമ്പോൾ അവരോട് വെറുപ്പാണ് തോന്നുന്നത്. സംസാരിച്ച് ആളുകളെ വെറുപ്പിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ തോന്നാറുള്ളത് കേട്ടോ. പിന്നെ ഈ സ്ത്രീ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടി ഇപ്പം സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല, നമ്മുടെ ജീവൻ പോയി കഴിഞ്ഞാൽ സംസാരിക്കാൻ ഒത്തിരി പേരുണ്ടാവുമെന്ന് ഇവരിങ്ങനെ പറയുന്നുണ്ട് ആ വീഡിയോയിൽ. ഈ വീഡിയോയിൽ മാത്രമല്ല, ഒരുപാട് വീഡിയോയിൽ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരാളും സംസാരിക്കാനുണ്ടാവില്ല, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുള്ളൂ, സംസാരിക്കത്തുള്ളൂ. ഒക്കെ ശരിയാണ്, ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലത്, മരിച്ചു കഴിഞ്ഞാൽ നല്ലത് തന്നെ പറയും. പക്ഷെ ഇപ്പോഴേ അവർക്ക് ആരും സപ്പോർട്ടില്ല. യഥാർത്ഥ മുസ്ലിമുകളും ഇവളെ സപ്പോർട്ട് ചെയ്യില്ല, യഥാർത്ഥ ഹിന്ദുക്കളും ഇവളെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പം ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തമ്മിലടിച്ച് കാണാനുള്ള ഒരാഗ്രഹം കൊണ്ട് ഇവളെ ഇങ്ങനെ പിരികേറ്റി വിടുന്ന കുറച്ച് ആൾക്കാരാണ്. ഇവൾക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇവള് വിചാരിക്കുന്നത് ഇത് യഥാർത്ഥമായിട്ടും എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇവള് വീണ്ടും പഴയതിലും ഇരട്ടി ശക്തിയോടുകൂടി ഇത്തരം കാര്യങ്ങളുമായിട്ട് വരുന്നത്. അപ്പൊ ഇവള് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നല്ലത് പറയൂ ഇവളെ കുറിച്ചിട്ട് എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, മരിച്ചു കഴിഞ്ഞാൽ പോലും ഈ ഒരു ഊടായ്പ കൃഷ്ണഭക്തയെ പറ്റി ഒരാൾ പോലും നല്ലത് സംസാരിക്കില്ല എന്ന് മാത്രമല്ല, ഇതിനെപ്പറ്റി യാതൊരുവിധ സംസാരവും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൾക്കാർ പറയും എത്രയോ ഭാഗ്യം, പോയത് നന്നായി എന്ന് മാത്രമേ പറയുള്ളൂ. കാരണം ഒരു വർഗീയതകളെ ഉണ്ടാവാതെ കേരളത്തെ രക്ഷപ്പെടുത്തിയതിന് നന്ദി പറയും ചിലപ്പം, അത്ര മാത്രമേ സംസാരിക്കുള്ളൂ. അല്ലാതെ ഒരു നല്ലതും ഈ ഒരു ഊടായ്പ കൃഷ്ണഭക്തിയെ പറ്റിയിട്ട് ഒരു മനുഷ്യനും സംസാരിക്കില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പം ഞാൻ ഇത്ര മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഇപ്പം നമുക്കത് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ചെയ്യാം. കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. വീഡിയോ കാണുന്നവർ വെറുതെ വീഡിയോ കണ്ടുപോകാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.